ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. പണ്ഡിതാഗ്രേസരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവി നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ്. ഈ ദേവി നാരായണീയത്തിൽ ആകെ 41 ദശകങ്ങളാണ് ഉള്ളത്. പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി ഭാഗവതോത്തമനാണ്, പണ്ഡിതാഗ്രേസരനുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ മഹനീയമായ സ്തോത്രം അല്ലെങ്കിൽ ഈ കൃതി പഠിക്കുവാനുള്ള ഒരു സുവർണാവസരം നമുക്കേവർക്കും ലഭിച്ചിരിക്കുകയാണ്. ഈ കൃതിയിലെ 1 മുതൽ 21 വരെയുള്ള ദശകങ്ങളിലെ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, അർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം ഇതിനു മുമ്പിലുള്ള പഠന ക്ലാസ്സിൽ നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പഠന ക്ലാസ്സിൽ ദശകം 22 കൃഷ്ണകഥ, അതിൽ 1, 2, 3, 4, 5 ശ്ലോകങ്ങളുടെ പാരായണവും പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയാണ് അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഏവർക്കും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 22 കൃഷ്ണകഥ. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം. ശ്ലോകം 1. ശ്രിയപതിർഗോമലമൂത്രഗന്ധിന്യസ്തപ്രഭോ ഗോപകുലേ വിഷണ്ണ കൃഷ്ണാഭിതോ വത്സഭഗാദിഭീതോരുദൻ സദാ ദേവി നിനായ ബാല്യം. ശ്ലോകം 2. ഹയം ഗവീനം അധിതം പയശ്ച ഗോപീർവിലജ്ജ
സതതം യയാചേ സ ചാമ്പയാ ഘോരസചൗര്യചുഞ്ചുരുലൂഖലേ സ ചാമ്പയാ ഘോരസചൗര്യചുഞ്ചൂരുലൂഖലേ പാശവരേണ ബദ്ധഃ. ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ശ്ലോകം 2. ഹയം ഗവീനം അധിദം പയശ്ച ഗോപീർവിലജ്ജ സതതം യയാചേ സ ചാമ്പയ ഘോരസചൗര്യചുഞ്ചൂരുലൂഖലേ പാശവരേണ ബദ്ധഃ. ശ്ലോകം 3. വനേഷു ഭീമാതപശുഷ്കഗാത്രോ ഗാശ്ചാരയൻ കണ്ടകവിദ്ധപാദഃ വന്യംബുവായി ഫലമൂലഭക്ഷി ദിനേ ദിനേ ഗ്ലാനിമവാപ കൃഷ്ണഃ. ശ്ലോകം 4. ദൈവേന മുക്തഃ സ ച ഗോപദാസ്യാദക്രൂരനീതോ മധുരാം പ്രവിഷ്ടഃ കംസം നിഹത്യാഭി ഹതാഭിലാഷസ്തത്രോഗ്രസേനസ്യ ബഭൂവദാസഃ. ശ്ലോകം 5. ദൃഷ്ട്വാ ജരാസന്ധചമും ഭയേന സബന്ധുമിത്രോ മധുരാം വിഹായ ധാവൻ കദഞ്ചിത് ബഹുദുർഗമാർത്തഃ സ ദ്വാരകാദ്വീപപുരം വിവേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ദേവി നാരായണീയം ദശകം 22. കൃഷ്ണകഥ. ഈ ദശകം 22 ഭഗവാന്റെ കൃഷ്ണകഥകളാണ് വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത്. ദേവിയുടെ അപദാനങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ കേവലം ഒരു മനുഷ്യനായി കാണിച്ചുകൊണ്ടാണ് കവി ഈ ഭാഗം അവതരിപ്പിച്ച് കാണിക്കുന്നത്. ദേവി മാഹാത്മ്യത്തെ കൂടുതൽ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ പലപ്പോഴും ഒരു സാധാരണ മനുഷ്യനായി മാധവനെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാനവനായിട്ട് മാധവനെ ചിത്രീകരിക്കുന്നത് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ഏതു രീതിയിൽ അല്ലെങ്കിൽ ഏതു ഭാവത്തിൽ വിളിച്ചാലും ആ ഭഗവാൻ ഒന്ന് തന്നെയാണ് എന്നുള്ള മനസ്സോടെ നമുക്ക് ഈ ദശകത്തെ അല്ലെങ്കിൽ ഈ കൃഷ്ണകഥ എന്ന ആ ഭാഗത്തെ മനസ്സിലാക്കാം. ജഗദംബികയുടെ അപദാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അമ്പാടിക്കണ്ണന്റെ അല്ലെങ്കിൽ ആ ഉണ്ണിക്കണ്ണന്റെ കഥകളെ മറ്റൊരു വിധത്തിൽ പറയുകയാണ് സ്തോത്രകാരൻ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി. ശ്രീമദ് ദേവി ഭാഗവതത്തെ അധികരിച്ചുകൊണ്ട് ഒരുപക്ഷെ ശ്രീകൃഷ്ണ മാഹാത്മ്യത്തെ കുറച്ചെങ്കിലും പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം വർണ്ണിക്കുന്നത്. വളരെ കുറച്ച് ആണ് ഇവിടെ പറയുന്നത്. ചുരുക്കിയാണ് എല്ലാം ഭഗവാന്റെ കഥകളൊക്കെ പറയുന്നത്. ശ്രീകൃഷ്ണ ഭക്തന്മാർക്ക് ഒരുപക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലൊരു തേങ്ങൽ അല്ലെങ്കിൽ ഒരു വിങ്ങലൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് വേദവ്യാസ മഹർഷിയുടെ രചനയുടെ പ്രത്യേകതകൾ കൊണ്ടാണ്. ശ്രീ ശിവപുരാണത്തിലെ ശിവന്റെ മാഹാത്മ്യം വർണ്ണിക്കുക ശൈവഭക്തന്മാരെ ആ പരബ്രഹ്മ സ്വരൂപിയിലേക്ക് ആകർഷിക്കുക. അതുപോലെ ശ്രീമദ് ദേവി ഭാഗവതത്തിൽ ദേവിയുടെ മഹിമയെ വർണ്ണിക്കുക. ശ്രീമദ് ഭാഗവതത്തിലോ അവിടെ ഭഗവാൻ വിഷ്ണുവിന്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുകയാണ്. ഇപ്രകാരമുള്ള ഒരു രീതി നമുക്കൊക്കെ കാണാൻ സാധിക്കും ഈ 22-ാം ദശകം. അത് കൃഷ്ണകഥയായിട്ട് പറയുമ്പോൾ നമുക്കത് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇനി 1-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ശ്രിയഃ പതിഃ ഗോമലമൂത്രഗന്ധിനി അസ്തപ്രഭഃ ഗോപകുലേ വിഷണ്ണഃ കൃഷ്ണാഭിധഃ വത്സഭഗാദിഭീതഃ രുദൻ സദാ ദേവി നിനായ ബാല്യം. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. ദേവി അല്ലയോ ദേവി, ശ്രിയഃ പതി, ശ്രിയഃ പതിഃ. ശ്രിയ ആരാണ്? ലക്ഷ്മി ദേവി അല്ലേ?
അപ്പോ ആ ശ്രീയഹ പതിഹി വരുമ്പോ ആ ലക്ഷ്മി ദേവിയുടെ പതി അതാരാണ്? വിഷ്ണു ഭഗവാൻ അല്ലേ? ഗോമലമൂത്ര ഗന്ധിനി, പശുക്കളുടെയൊക്കെ മൂത്രത്തിന്റെയും ചാണകത്തിന്റെയും ദുർഗന്ധമുള്ള ഗോപകുലേ, ഗോപകുലത്തില് അസ്തപ്രഭ വിഷണ്ണ, അസ്തപ്രഭനായി വിഷണ്ണനായി. കൃഷ്ണാഭിധ, കൃഷ്ണൻ എന്ന പേരോടുകൂടി വത്സഭഗാദിഭീത, വത്സൻ ഭഗൻ മുതലായവരെ പേടിച്ചും സദാരുതൻ, രുതൻ എന്ന് വെച്ചാൽ കരയുക, എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടും ബാല്യം നിനായ, ബാല്യകാലം കഴിച്ചുകൂട്ടി. അപ്പൊ ഗോപകുലത്തില് ബാല്യകാലം കഴിച്ചുകൂട്ടിയതിനെയാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ ആ ബാല്യകാലം കഴിച്ചുകൂട്ടിയതിനെ വിവരിക്കുന്നു. എന്താണ് ഇവിടെ വിവരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രീയഹാപതി ഗോമലമൂത്രഗന്ധിനി, ജഗദംബയായ ദേവിയോട് പറയുകയാണ് പാലേലി ശ്രീ നാരായണ നമ്പൂതിരി, ലക്ഷ്മി ദേവിയുടെ പതിയായിരിക്കുന്ന വിഷ്ണു ഗോമൂത്രത്തിന്റെയും ചാണകത്തിന്റെയും ദുർഗന്ധമുള്ള ഗോപകുലേ, ഗോപകുലത്തിൽ വന്ന് അസ്തപ്രഭ വിഷണ്ണ, അസ്തപ്രഭനായി വിഷണ്ണനായി എന്നാ പറയണത്, വിഷണ്ണനായി എന്നത്രേ. കൃഷ്ണാഭിധ, കൃഷ്ണൻ എന്ന പേര്. വത്സഭഗാദി ഭീത, വത്സൻ ഭഗൻ തുടങ്ങിയ അസുരന്മാരെയൊക്കെ പേടിച്ച് സദാരുതൻ, എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ട് ബാല്യം നിനായ, ബാല്യകാലം കഴിച്ചുകൂട്ടി എന്ന് ഇവിടെ പറയുകയാണ്. അതായത് നമുക്കിതിന് ഒന്നുകൂടെ വിവരിക്കാം. ഭൃഗു മഹർഷിയുടെ പത്നിയെ നിഗ്രഹിച്ച കഥ നമ്മളത് 21-ാം ദശകത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. 21-ാം ദശകം ശ്ലോകം 5. എല്ലാവരും അത് ഒന്ന് സ്മരിക്കുക. അതിനെ തുടർന്ന് ഭൃഗുവിനാൽ ശപിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഗർഭവാസ ദുഃഖം മുതൽ, ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ആ ദുഃഖം മുതൽ സകല വിധത്തിലുള്ള സംസാര ദുഃഖങ്ങളും കൃഷ്ണന് അനുഭവിക്കേണ്ടി വന്നത്. പലതവണ ജനിക്കുക, ആ ജനിച്ചതോടുകൂടി മരിക്കുക, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദേവകി വസുദേവന്മാരുടെ പുത്രനായിട്ട് ജനിച്ചു അല്ലേ? ഉടനെ തന്നെ വസുദേവരുടെ അടുക്കൽ നിന്ന് അമ്പാടിയിൽ, അതായത് ഗോകുലത്തിലേക്ക് പോയി താമസിക്കേണ്ടിയും വന്നു. അന്ന് അപ്പോൾ തന്നെ ദേവകി പ്രസവിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ വസുദേവരെടുത്ത് നദി കടന്ന്, ആ സരയൂ നദി കടന്ന് അങ്ങോട്ട് ഗോകുലത്തിലേക്ക് പോയി. അപ്പൊ അവിടെ താമസിക്കേണ്ടി വന്നു. ലക്ഷ്മീപതിയാണ്, വൈകുണ്ഠവാസിയാണ് വിഷ്ണു. ആ വിഷ്ണുവിന് പോലും സ്വന്തം കർമ്മത്തിന്റെ ദോഷത്താൽ ഗോകുലത്തിൽ ചെന്ന് പെട്ടു. അവിടെയാണെങ്കിലോ എല്ലായിടത്തും ഗോമൂത്രത്തിന്റെയും ചാണകത്തിന്റെയും ദുർഗന്ധം, അതിരൂക്ഷമായ ഗന്ധം അവിടെ. ഇനി ബാല്യകാല ജീവിതം, വത്സൻ ഭഗൻ പൂതന മുതലായ അസുരന്മാരെയൊക്കെ പേടിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. ഈ മായാവികൾ എപ്പോഴാ, എങ്ങനെയാ, എവിടെ നിന്ന്, ഏത് വേഷത്തില് വരും എന്ന് ആർക്കും അറിഞ്ഞൂടാ, ആർക്കും അറിയാനാവില്ല. മായാവികളല്ലേ, അതുകൊണ്ട് സദാ നേരവും പേടിച്ചു വിറച്ചുകൊണ്ട് ആണ് ദിവസങ്ങൾ തള്ളി നീക്കിയത്. അത് കാരണം വിഷ്ണുവിന്റെ ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെട്ടു, നശിച്ചു. അങ്ങനെ വിഷണ്ണനായി ഗോകുലത്തിൽ ജീവിച്ചിരിക്കുന്ന വിഷ്ണുവിന് ആളുകൾ എന്താ പേരിട്ട്? കൃഷ്ണൻ എന്ന് പേര് വിളിച്ചു. 1-ാമത്തെ ശ്ലോകത്തില് ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്ലോകം 2 പദച്ഛേദം. ഹയംഗവീനം മഥിതം പയഃ ച ഗോപീഃ വിലജ്ജഃ സതതം യയാചേ സഹ ച അംബയാ ഘോരസചൗര്യചുഞ്ചുഃ ഉലൂഖലേ പാശവരേണ ബദ്ധഃ. ഈ 2-ാമത്തെ ശ്ലോകത്തിലെ പദങ്ങളുടെ അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം. സഹ വിലജ്ജഃ, സഹ ആരാവിടെ? കൃഷ്ണൻ. അദ്ദേഹം നാണമില്ലാതെ, അതാണ് വിലജ്ജഃ.
ഗോപീഹി ഹയം ഗവീനം. എന്താണ് ഹയം ഗവീനം? ഗോപീഹി ഹയം ഗവീനം. ഗോപസ്ത്രീകളോട് വെണ്ണയും മധിതം പയഹാച്ച, വെള്ളം ചേർക്കാത്ത മോരും പാലും സതതം യയാചേ, എല്ലായ്പ്പോഴും ഇരന്ന് വാങ്ങി. ഗോപിമാരുടെ അടുത്തൊക്കെ പോയിട്ട് വെണ്ണയും മോരും പാലും എല്ലായ്പ്പോഴും കൃഷ്ണൻ ഇരന്നു വാങ്ങിയിട്ടേ. ഗോരസ ചൗര്യ ചുഞ്ചുഹു, ഗോരസങ്ങൾ ഇതൊക്കെ ഗോവിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. ഇതെല്ലാം മോഷ്ടിക്കാനും ബിരുദ് കാണിച്ചു. അമ്പയ ഉലൂഖലെ, അപ്പോ അമ്മ കൃഷ്ണനെ എന്താ ചെയ്തത്? ഉരലിന്മേൽ പാശവരേണ ബദ്ധ, ഉറപ്പുള്ള കയർ കൊണ്ട് പിടിച്ചു കെട്ടി. ഉലൂഖലെ, ഉരലിന്മേൽ കൃഷ്ണനെ ഉറപ്പുള്ള കയറുകൊണ്ട് പിടിച്ചു കെട്ടി. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ആ കൃഷ്ണൻ ഉണ്ടല്ലോ, ഒരു ലജ്ജയുമില്ല, അല്ലെങ്കിൽ ഒരു നാണവുമില്ലാതെ ഗോപസ്ത്രീകളോട് വെണ്ണയും ഒട്ടും വെള്ളം ചേർക്കാത്ത മോരും പാലും സതതം യയാചേ, പലപ്പോഴും ചോദിച്ചു വാങ്ങി എന്നാണ് പറയുന്നത്. ഈ ഗോരസങ്ങളൊക്കെ മോഷ്ടിക്കാൻ വളരെ സാമർഥ്യം കാണിച്ചു കൃഷ്ണൻ. കൃഷ്ണന്റെ വിരുദ്, വികൃതി എന്നൊക്കെ പറയാം. കൃഷ്ണൻ ഇതിനൊക്കെ നല്ല വികൃതിയോടെ ഇതൊക്കെ ഗോരസങ്ങളൊക്കെ മോഷ്ടിക്കും. അതിൽ വളരെ വിരുദ് കാണിച്ചു കൃഷ്ണൻ. അപ്പോ അമ്മ യശോദ കൃഷ്ണനെ ഉരലിന്മേൽ പാശവരേണബദ്ധ, നല്ല ബലമുള്ള, നല്ല ശ്രേഷ്ഠമായ, ഉറപ്പുള്ള ഒരു കയറുകൊണ്ട് പിടിച്ചു കെട്ടി. അപ്പോ ഇതൊക്കെ ചെയ്യുമ്പോൾ കൃഷ്ണന് എത്ര വയസ്സ് പ്രായം? കൃഷ്ണന് 2 or 3 വയസ്സ് മാത്രമാണ് പ്രായം. ആ സമയത്താണ് കൃഷ്ണൻ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കുസൃതി കുട്ടനായിരുന്നു കൃഷ്ണൻ. മാതാപിതാക്കളിൽ നിന്നൊന്നും വേണ്ടത്ര വാത്സല്യമൊന്നും കിട്ടിയിട്ടില്ല. ഗോപസ്ത്രീകളുടെ അടുക്കൽ ചെല്ലും, എന്നിട്ടോ പാലിനും വെണ്ണയ്ക്കും വേണ്ടി യാചിക്കും. ചിലരൊക്കെ കൊടുക്കും, ചിലർ കൊടുക്കില്ല. അപ്പോൾ മോഷ്ടിക്കാൻ തുടങ്ങി കൃഷ്ണൻ. ചിലരല്ലേ കൊടുക്കുള്ളൂ, ചിലപ്പോൾ കിട്ടില്ല, ചിലരിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ മോഷ്ടിക്കാൻ തുടങ്ങി. ആ മോഷ്ടിക്കുന്നതിലൊക്കെ വളരെ മിടുക്കം കാണിച്ചു. അപ്പോൾ യശോദയമ്മ കോപിച്ചുകൊണ്ട് നല്ല ബലമുള്ള കയറെടുത്തു കൊണ്ടുവന്ന് കൃഷ്ണനെ ഉരലിന്മേൽ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് തൻ്റെ കുടുംബകാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തു യശോദയമ്മ. കൃഷ്ണനോ നിസ്സഹായനായിട്ട് നിന്നു, ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിന്നു. വൈകുണ്ഠവാസിയായ ലക്ഷ്മീപതിക്ക് പോലും കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനമില്ല എന്ന് കാണിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 3 പദച്ഛേദം നോക്കാം. വനേഷു ഭീമാതപശുഷ്കഗാത്രഃ ഗാഹാചാരയൻ കണ്ടകബിദ്ധപാദഃ വന്യാംബുവായി ഫലമൂലഭക്ഷി ദിനേ ദിനേ ഗ്ലാനിം അവാപ. കൃഷ്ണ. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. കൃഷ്ണ വനേഷു, കൃഷ്ണൻ കാടുകളിൽ, അതാണ് വനീഷു. ഭീമാതപശുഷ്കഗാത്രഃ, വളരെ വല്ലാത്തൊരു വെയിലേറ്റൊക്കെ ദേഹമൊക്കെ ഉണങ്ങി. കാട്ടിലാണല്ലോ, വെയിലത്താണ്. വെയിലേറ്റപ്പോൾ ദേഹമൊക്കെ, ശരീരമൊക്കെ ഉണങ്ങി. കണ്ടകവിദ്ധപാദ, കാലില് മുള്ളൊക്കെ തറച്ചു. വന്യാംബുവായി, അവിടെ കാട്ടാറുകളിലൊക്കെ വെള്ളം കിട്ടും, ആ വെള്ളമൊക്കെ കുടിച്ച് ഫലമൂലഭക്ഷി, കാട്ടിലെ നല്ല ഫലമൂലങ്ങളൊക്കെ ലഭിക്കും, ആ ഫലമൂലങ്ങൾ പറിച്ചു തിന്ന് ഗാഹാചാരയൻ, പശുക്കളെ മേച്ച് ദിനേ ദിനേ ഗ്ലാനിം അവാപ, ദിവസം ചെല്ലും തോറും
കൃഷ്ണൻ ഗ്ലാനിം അവാപ, ക്ഷീണിച്ചു വന്നു, വളരെ ക്ഷീണിതനായി. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുകയാണെങ്കിൽ, കൃഷ്ണൻ വനത്തില് വെയിലേറ്റ് ശരീരമൊക്കെ ഉണങ്ങിപ്പോയി, കാലിലൊക്കെ മുള്ളു നിറച്ചു, കാട്ടാറുകളിൽ വെള്ളമൊക്കെ കുടിച്ച് ദാഹം മാറ്റി, ഫലമൂലങ്ങളൊക്കെ പറിച്ച് ഭക്ഷിച്ചു. അങ്ങനെ പശുക്കളെയൊക്കെ മേയിച്ചുകൊണ്ട് ദിനേ ദിനേ ഓരോ ദിവസം ചെല്ലും തോറും എന്തായി? ഗ്ലാനിം അവാപ, വല്ലാതെ ക്ഷീണിച്ചു പോയി കൃഷ്ണൻ. ഈ കൃഷ്ണന് 4-5 വയസ്സ് പ്രായമായപ്പോൾ തന്നെ ഒരു ജോലി ഏറ്റെടുത്തു. എന്താ കൃഷ്ണന്റെ ജോലി? പശുക്കുട്ടികളെയൊക്കെ മേയ്ക്കാൻ പോവുക. ആ ജോലിയാണ് ഏറ്റെടുത്തത്. അതാണ് ഗോപന്മാരുടെ കൽപ്പനയും. കല്ലും മുള്ളും നിറഞ്ഞ കാടുകളിലെ പാദരക്ഷ പോലും ഇല്ലാതെ നടന്ന് ശരീരം തളർന്ന് വെയിലിൽ ഉണങ്ങി മനസ്സത്യന്തം ദുർബലമാവുകയും ചെയ്തു. കാട്ടിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ അതുമാത്രം കഴിച്ച് വിശപ്പും ദാഹവും ഒക്കെ മാറ്റി. ആ ഗോപാല ജീവിതം കൃഷ്ണന്റെ ദുസ്സഹമായി തീർന്നു. ഓരോ ദിവസം കഴിയും തോറും ദേഹം തളർന്നു എന്ന് മാത്രമല്ല, മനസ്സും ദുർബലമായി എന്ന് അവിടെ വിവരിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ദേവീ നാമ സങ്കീർത്തനം, ശ്രീ മഹാദേവ്യൈ നമഃ. ശ്ലോകം 4 പദച്ഛേദം. ദൈവേന മുക്തഃ സഹ ച ഗോപദാസ്യാത് അക്രൂരനീതഃ മധുരാം പ്രവിഷ്ടഃ കംസം നിഹത്യ അപി ഹതാഭിലാഷഃ തത്ര ഉഗ്രസേനസ്യ ബഭൂവ ദാസഃ. ശ്ലോകത്തിൽ 4-ാം പാദം വളരെ ശ്രദ്ധിച്ചു ചൊല്ലേണ്ടതാണ്. 3-4 പാദം. കംസം നിഹത്യാപി ഹതാഭിലാഷസ്തത്രോഗ്രസേനസ്യ ബഭൂവ ദാസഃ. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. സഹാച ദൈവേന, കൃഷ്ണൻ ദൈവവശാൽ, ഗോപദാസ്യാത് മുക്തഃ, ഗോപാലദാസ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അക്രൂരനീതഃ, അക്രൂരനാൽ നയിക്കപ്പെട്ട് മധുരാം പ്രവിഷ്ടഃ, മധുരയിൽ തിരിച്ചെത്തി. കംസം നിഹത്യ അപി, കംസനെ വധിച്ചു. എന്നിട്ടും ഹതാഭിലാഷഃ, ആഗ്രഹമൊന്നും സാധിക്കാതെ തത്ര ഉഗ്രസേനസ്യ, അവിടെ ഉഗ്രസേനന്റെ ദാസഃ ബഭൂവ, ദാസനായി തീർന്നു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കൃഷ്ണകഥകളൊക്കെ പറയുന്നുണ്ട്, എങ്കിലും അതിൽ കൃഷ്ണന് പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തിയില്ല എന്നും ദൗർബല്യം ഉണ്ട് എന്നും. അത് എന്തുകൊണ്ടാണ് പറയണത്? ദേവിയുടെ മഹിമയെ കുറച്ചുകൂടി ഊന്നിപ്പറഞ്ഞ് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗ്രന്ഥകാരന്റെ ഒരു പ്രത്യേകത അതാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോ സച ദൈവേന, കൃഷ്ണൻ ദൈവവശാൽ ഗോപദാസ്യത്തിൽ നിന്ന് മുക്തനായി. അക്രൂരൻ കൃഷ്ണനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അക്രൂരനാൽ കൃഷ്ണൻ മധുരയിൽ തിരിച്ചെത്തി. കംസം നിഹത്യ അപി, അവിടെ കംസനെ വധിച്ചിട്ട് പോലും ഹതാഭിലാഷഃ, ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ തത്ര ഉഗ്രസേനസ്യ, ഉഗ്രസേനന്റെ ദാസഃ ബഭൂവ, ദാസനായിട്ട് തീർന്നു, ദാസനായി കഴിയേണ്ടി വന്നു. അതായത് വസുദേവന്റെ സഹോദരനാണ് അക്രൂരൻ. അദ്ദേഹം ഒരു ദിവസം ഗോകുലത്തിലേക്ക് വരികയും കൃഷ്ണനെ മധുരാപുരിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ മധുരയിൽ കംസനെ കൃഷ്ണൻ വധിച്ചു. മധുരയില് കംസനെ വധിച്ചു കൃഷ്ണൻ. എങ്കിലും ഭാഗ്യവശാലാണ് അത് സാധിച്ചത് എന്നാണ് അത്രേ പറയണത്. ഒടുവിൽ കംസന്റെ അനുയായികളെയൊക്കെ കീഴടക്കി. എന്നിട്ടും കൃഷ്ണന്റെ ഭാഗ്യമുദിച്ചില്ല. അപ്പോ ആ കഥകളെയൊക്കെ വേറൊരു കോണിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ് ഇവിടെ. കംസൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യം കൃഷ്ണന് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ കംസന്റെ പിതാവാര? ഉഗ്രസേനൻ, അല്ലേ?
ആ ഉഗ്രസേനൻ സിംഹാസനത്തിന്റെ അവകാശവാദവുമായിട്ട് എത്തി. ഉഗ്രസേനന്റെ മകനാണല്ലോ കംസൻ. അപ്പോ ഉഗ്രസേനൻ സിംഹാസനത്തിന്റെ അവകാശവാദവുമായിട്ട് എത്തി. അങ്ങനെ ഉഗ്രസേനൻ മധുരയിലെ രാജാവായി. അപ്പൊ കൃഷ്ണനോ ഉഗ്രസേനന്റെ ദാസനുമായി. ഇത് വിധിവൈപരീത്യം, വിധിവൈഭവം ആണ്. ദാസ്യ ജീവിതം എന്നത് കൃഷ്ണന്റെ ശിരോലിഖിതമായിരുന്നു. കൃഷ്ണന്റെ ശിരസിൽ ഇതാണ് എഴുതിയിരിക്കുന്നത്. എപ്പോഴും അദ്ദേഹം ദാസ്യത്തിൽ തന്നെ, ദാസ്യ ജീവിതത്തിൽ തന്നെ കഴിഞ്ഞു അദ്ദേഹം. ആ ദാസ്യത്തിൽ നിന്ന് കൃഷ്ണൻ മുക്തനായില്ല. ഭക്തദാസനാണ് ഭഗവാൻ, അല്ലെ? ഭക്തന്മാരുടെയൊക്കെ ദാസനാണ് ഭഗവാൻ. ആ ഭഗവാനെ വേറൊരു രീതിയിൽ കാണുകയാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ വിവരിക്കുകയാണ് ഇവിടെ. കൃഷ്ണകഥയാണല്ലോ. അപ്പൊ കൃഷ്ണന് അനുഭവിക്കേണ്ടതായ ആ കാര്യങ്ങളെല്ലാം ഇവിടെ പാലേലി ശ്രീനാരായണ നമ്പൂരി വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. കൃഷ്ണന്റെ ശിരോലിഖിതം എന്താണ്? ദാസ്യജീവിതം. അതാണ് ശിരോലിഖിതം. അപ്പോ അദ്ദേഹം ഗോപാലദാസ്യത്തിൽ നിന്നേ മുക്തനായിട്ടുള്ളൂ, ദാസ്യജീവിതത്തിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്ലോകം 5 പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. പദച്ഛേദം: ദൃഷ്ട്വാ ജരാസന്ധചമൂം ഭയേന സ ബന്ധുമിത്രഃ മധുരാം വിഹായ ധാവൻ കഥഞ്ചിത് ബഹുദുർഗം ആർത്തഃ സഹ ദ്വാരകാദ്വീപപുരം വിവേശ. അന്വയാർത്ഥം നോക്കാം. സഹാ ജരാസന്ധചമു, അദ്ദേഹം ജരാസന്ധന്റെ സേനയെ ദൃഷ്ട്വാ ഭയേന, കണ്ട് പേടിച്ച്, ദൃഷ്ട്വാ കണ്ട്, ഭയേന പേടിച്ച്, സബന്ധുമിത്ര ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കൂടി, മധുരാം വിഹായ മധുര വിട്ടുപോയി, ആർത്തഹ ധാവൻ ആർത്തനായി ഓടിക്കിതച്ച്, കഥഞ്ചിത് എങ്ങനെയൊക്കെയോ, ബഹുദുർഗം അനേകം കോട്ടകളോടുകൂടിയ ദ്വാരകാദ്വീപപുരം, ദ്വാരക എന്ന ദ്വീപനഗരത്തിലേക്ക് കയറിപ്പറ്റി, വിവേശ കയറിപ്പറ്റി. ഈ 5-ാമത്തെ ശ്ലോകത്തിന്റെ വിവരണം, വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം. സഹ ജരാസന്ധചമു, അദ്ദേഹം ജരാസന്ധന്റെ സേനയെ കണ്ട് പേടിച്ച് ബന്ധുക്കളോടും കൂട്ടുകാരോടും കൂടി മധുരാം വിഹായ മധുര വിട്ട് ഓടിപ്പോയി. എങ്ങോട്ടേക്ക്? എങ്ങനെയോ ഓടിപ്പോയി. ബഹുദുർഗം അനേകം കോട്ടകളോടുകൂടിയ ദ്വാരകാദ്വീപപുരം, ദ്വാരക എന്ന ദ്വീപ നഗരത്തിലേക്ക് കയറിപ്പറ്റി, അവിടെ ചെന്നു ചേർന്നു. ദ്വാരകാദ്വീപ നഗരത്തിലെ, അതായത് മഗധ രാജ്യത്തിലെ രാജാവാണ് ജരാസന്ധൻ, കംസന്റെ ഭാര്യമാരുടെ പിതാവ്. ജരാസന്ധൻ തൻ്റെ 2 മക്കളെയും കംസന് വിവാഹം കഴിച്ചു കൊടുത്തതാണ്. കംസൻ വധിക്കപ്പെട്ടപ്പോൾ തൻ്റെ 2 പുത്രിമാരും വിധവകളായി തീർന്നു. 2 മക്കളെയും വൈധവ്യത്തിലേക്ക് തള്ളിയപ്പോൾ ജരാസന്ധന് കൃഷ്ണനോട് തീർത്താൽ തീരാത്ത പകയായി. കാരണം തൻ്റെ മക്കൾ 2 വൈധവ്യം, വിധവകളായി, അല്ലേ? കംസന്റെ പത്നിമാരല്ലേ? അപ്പോ ആ പക ജരാസന്ധന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ജരാസന്ധൻ യുദ്ധത്തിനായിട്ട് വന്നു. ആ യുദ്ധത്തിൽ അദ്ദേഹം 17 തവണ യുദ്ധം ചെയ്തു. 17 തവണ യുദ്ധത്തിനായിട്ട് വന്നു. 18ാമത്തെ തവണയും വന്നു. ഇതേ സമയത്താണ് ആരാ വന്നത് സൈന്യസമേതമായിട്ട്? യവനന്റെ സൈന്യസമേതമായിട്ട് വന്നു.
അപ്പോൾ കൃഷ്ണൻ പേടിച്ച് സൂത്രത്തില് മധുര വിട്ട് ഓടി രക്ഷപ്പെട്ടു. എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു. എവിടെയാ പോയത്? ദ്വാരക എന്ന പേരിൽ ഒരു നഗരം. തൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കൂടെ ചേർത്ത് ദ്വാരക അവിടെ എത്തി, ദ്വാരകയിലെത്തി. പല കോട്ടകളോടും കൂടിയ ആ ദ്വാരകാ നഗരത്തിൽ ഭാഗ്യവശാൽ വരാൻ സാധിച്ചതുകൊണ്ട് കൃഷ്ണൻ ജരാസന്ധന്റെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. എന്നാൽ ഇതുകൊണ്ടൊന്നും കൃഷ്ണന് സുഖം ലഭിച്ചില്ല. ഇനി വരുന്ന ശ്ലോകങ്ങളിലൂടെ നമുക്ക് കൃഷ്ണന്റെ ഓരോരോ കൃഷ്ണൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള കൃഷ്ണന്റെ ശിരോലിഖിതം എങ്ങനെയായിരുന്നു, അത് ദാസ്യജീവിതം, പിന്നീട് കൃഷ്ണൻ അനുഭവിച്ച ദുഃഖങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കൃഷ്ണൻ മധുര വിട്ട് ഓടി രക്ഷപ്പെട്ടത് എവിടേക്കാണ്? ദ്വാരക എന്ന നഗരത്തിലേക്കല്ലേ. അവിടെയാണ് പിന്നീട് കൃഷ്ണൻ താമസിച്ചത് എന്നും അവിടെ സൂചിപ്പിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാ